എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളും സഹോദരിമാരും മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന പടച്ചറപ്പിനെ ഭയന്നുകൊണ്ട് അല്ലാഹുവേ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു പെണ്ണുണ്ടല്ലോ, ആ പെണ്ണൊരു പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ പടച്ചവനെ ഭൂമിയിലേക്ക് കടന്നു ചെന്നിട്ട് തനിക്ക് കഴിക്കാനുള്ള ആഹാരങ്ങൾ കഴിക്കാൻ വിടാതെ ഒരു പെണ്ണ് അല്ലാഹുവേ പൂച്ചയെ കെട്ടിയിട്ടതിന്റെ പേരില് ആ പെണ്ണ് നരകത്തിലേക്ക് കടന്നു പോയെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന നിസ്കരിക്കാത്തതിന്റെ പേരിലല്ല, ഖുർആൻ ഓതാത്തതിന്റെ പേരിലല്ല, സദഖയും സകാത്തും കൊടുക്കാത്തതിന്റെ പേരിലല്ല, റമദാനിൽ നോമ്പ് പിടിക്കാത്തതിന്റെ പേരിലല്ല. പടച്ചവനെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന പെണ്ണായിരുന്നു, ഒരുപാട് നന്മകൾ ചെയ്യുന്ന പെണ്ണായിരുന്നു. പക്ഷേ തന്റെ വീട്ടിലൊരു പൂച്ചയെ കെട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാതെ അതിനെ പട്ടിണിക്കിട്ടതിന്റെ പേരില് അല്ലാഹു ആ പെണ്ണിന് നരകം കൊടുത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്നിട്ട് പ്രവാചകൻ അവിടെ പറഞ്ഞു കൊടുക്കുന്ന സ്വഹാബാ അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ബൈന റജുലിൻ ബിത്തരീഖ് ഇസ്തദ്ദ അലൈഹിൽ അത്ശു. റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന മരുഭൂമിയിലൂടെ നടന്നു വരുന്ന ഒരു ചെറുപ്പക്കാരന് വിശന്നു വലഞ്ഞ് ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ തൊണ്ട മുഴുവനും വറ്റി വരണ്ട കൊണ്ട് അതാ നടന്നു വരുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ. ഒരു കിണർ കാണുമ്പോ പടച്ചവനെ പെട്ടെന്ന് കിണറ്റിന്റെ അകത്തിറങ്ങിയിട്ട് തന്റെ ദാഹം തീർക്കുകയാണ്. ആവശ്യം വയറ് നിറയുന്നത് വരെ വെള്ളം കുടിക്കുകയാണ്. അത് കഴിഞ്ഞ് പടച്ചവനെ കിണറിന്റെ മുകളിലേക്ക് കയറി വരുമ്പോ ദാഹിച്ചിട്ട് വെള്ളം കുടിക്കാനില്ലാതെ ഒരു നായുണ്ടല്ലോ, അതിങ്ങനെ മണ്ണ് കപ്പുകയാണ്. അതിന് ദാഹം കൊണ്ടത് ചെയ്യുകയാണെന്ന് മനസ്സിലായപ്പോ തെറ്റുകൾ ചെയ്ത് നടന്നിരുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവേ ഒരുപാട് പാപങ്ങൾ ജീവിതത്തിൽ ചെയ്തവനാണ്. പക്ഷേ ഒരു നായി വെള്ളത്തിന് വേണ്ടി കിടന്ന് പിടയുന്നത് കണ്ടപ്പോ കിണറ്റിന്റെ അകത്തേക്ക് ഇറങ്ങിയിട്ട് താൻ ധരിച്ചിരുന്ന ഷൂസിന്റെ അകത്തൽപ്പം വെള്ളമെടുത്തു കൊണ്ടുവന്ന് ആ നായിക്ക് കുടിക്കാൻ കൊടുത്തപ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നു, ആ നായിക്ക് ആ മനുഷ്യൻ വെള്ളം കൊടുത്തപ്പോ അല്ലാഹു ആ മനുഷ്യന് കൊടുത്ത പ്രതിഫലം എന്തെന്നറിയുമോ? ഫസഖാ ഖൽബാ ഫശകറല്ലാഹു ലഹു ഫഗഫറ ലഹു. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ആ മനുഷ്യന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കുകയാണ്. അല്ലാഹു ആ മനുഷ്യന്റെ പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുത്തു. അവന് സ്വർഗത്തിന്റെ അവകാശിയാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലരുവികളും തേനരുവികളും എടുക്കുന്ന പടച്ചറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ. ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, അംബിയാ, മുർസലീങ്ങള്, ശുഹദാക്കള്, സഹാബത്ത്, താബീങ്ങള്, തബഉ താബീങ്ങള്, ഇമാമുമാര്, ഔലിയാക്കന്മാര്, സയ്യിദന്മാര്, ഹാഫിളീങ്ങള്, ആലിമീങ്ങള്, പണ്ഡിതന്മാര്, ഹജ്ജ് ചെയ്തവര്, നിസ്കരിച്ചവര്, ഖുർആൻ ഓതിയവര്, ഖുർആൻ പഠിച്ചവര്, അങ്ങനെ അല്ലാഹു ഇഷ്ടപ്പെട്ടവര് കടന്നു പോകുന്ന പടച്ചറപ്പിന്റെ സ്വർഗത്തിലേക്ക് വിശന്നു വലഞ്ഞു കിടന്ന ഒരു നായിക്ക് കുടിക്കാൻ വെള്ളം കൊടുത്തപ്പോ ആ മനുഷ്യൻ അല്ലാഹു സ്വർഗം കൊടുത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ സഹാബത്ത് ചോദിക്കുകയാണ്, ഖാലൂ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, വഇന്ന ലനാ ഫിൽ ബഹായിമി ലഅജ്റാ. മുത്തുനബിയോട് ചോദിക്കുകയാണ്, നാൽക്കാലികൾക്ക് മൃഗങ്ങൾക്ക് നന്മ ചെയ്തതിന് പകരം പ്രതിഫലം കിട്ടുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഏത് കരളുള്ള ഏത് വസ്തുവിന് നിങ്ങൾ നന്മ ചെയ്താലും നിങ്ങൾക്ക് അതിന് പകരം പ്രതിഫലമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പ്രവാചകൻ പറഞ്ഞു കൊടുത്ത കഥ ഇതാണ്. അതുകൊണ്ട് എല്ലാ ജീവജാലങ്ങളോടും കരുണ കാണിക്കണം, എല്ലാവരോടും നിങ്ങൾ
കരുണ കാണിക്കണം. എന്നിട്ട് പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ, നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ബൈനമാ റജുലുൻ യംശി ബിത്വരീഖ് വജദ ഹുസ്ന ശൗഖി ഫഅഖദു ഫസകറല്ലാഹു ലഹു ഫഗഫറ ലഹു. സ്വർഗ്ഗത്തെ കുറിച്ച് പറയുമ്പോ, സ്വർഗ്ഗത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുമ്പോ, സ്വർഗ്ഗത്തിന്റെ പദവികളെ കുറിച്ച് പറയുമ്പോ എല്ലാവരും ചോദിക്കുന്ന ഉസ്താദേ, സ്വർഗ്ഗത്തിൽ ഞങ്ങൾക്ക് എങ്ങനെയാ പോകാൻ കഴിയുക? ഒരുപാട് നന്മകൾ ചെയ്തവർക്കല്ലേ പോകാൻ കഴിയൂ. എങ്കിലും മുത്തുനബി പറഞ്ഞു തരികയാണ്, ഒരു മനസ്സിന് സ്വർഗം കൊടുത്തത് എങ്ങനെയെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, സ്വർഗത്തിലേക്ക് കടന്നുപോയ ഒരു ചെറുപ്പക്കാരന്റെ ചരിത്രം മുത്തുനബി പറഞ്ഞു കൊടുക്കുകയാ. ഏത് ചെറുപ്പക്കാരനെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഒരു ചെറുപ്പക്കാരൻ വഴിയിലൂടെ നടന്നു പോകുമ്പോ, ഒരു ചെറുപ്പക്കാരൻ വഴിയിലൂടെ നടന്നു പോകുമ്പോ പടച്ചവനെ, വഴിയിൽ കിടന്ന ജനങ്ങൾക്ക് ഉപദ്രവമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു കമ്പെടുത്തു മാറ്റിയതിന്റെ പേരില് അല്ലാഹു ആ മനുഷ്യന് സ്വർഗം കൊടുത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്ത സ്വഹാബത്തിനോട് സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ സഹാബികളൊക്കെ ഇങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുക, പടച്ചോനെ ഞങ്ങളൊക്കെ എങ്ങനെ ഇതിനകത്ത് പോകാം? ജീവിതത്തിൽ പോകാൻ ഒരു നന്മയും ചെയ്തു വെച്ചിട്ടില്ലല്ലോ. സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു. വഴിയിലൂടെ നടന്നു പോയപ്പോ ജനങ്ങൾക്ക് ഉപദ്രവമായി കിടക്കുന്ന ഒരു കമ്പെടുത്ത് മാറ്റിയിട്ടൊരു മനുഷ്യൻ സ്വർഗത്തിൽ പോയി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇത്ര എളുപ്പമുള്ള കാര്യമാണ്, ഇത്ര സിമ്പിളല്ലേ? നമ്മൾ ചോദിക്കും, ഉസ്താദ് ഇത്രയേ ഉള്ളൂ? ഇൻഷാ അല്ലാഹ് നമ്മൾ പോകും. നമ്മൾ 100 കമ്പെടുത്ത് മാറ്റിയാലും പോകൂല. കാരണം എന്ത്? റോഡിൽ കിടക്കണ 100 കമ്പെടുത്ത് മരം വീണ് കിടന്ന ആ മരം മുറിച്ചാലും നമ്മൾ പോകൂല സ്വർഗത്തിൽ. കാരണം എന്ത്? അത് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ വീഡിയോ പിടിച്ച് യൂട്യൂബിലിടും. അതുകൊണ്ടാണ്. അല്ലാഹു കാക്കട്ടെ. നമ്മളിപ്പോൾ റോഡിലൊരു മരം വീണാൽ ആ മരമെടുത്ത് മുറിച്ചു മാറ്റുമ്പോൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും വാട്സപ്പിലും പത്രത്തിലും വരുവോ? എങ്കിൽ മുറിച്ചു മാറ്റും. അങ്ങനെ മുറിച്ചു മാറ്റുന്നവന്റെ കാര്യമല്ല പറഞ്ഞത്. അങ്ങനെ മുറിച്ചു മാറ്റാൻ എല്ലാവരും ഉണ്ട്, അങ്ങനെ ചെയ്യാൻ എല്ലാവരും ഉണ്ട്. പടച്ചവനെ, പുല്ലില്ലാത്ത സ്ഥലത്ത് കൊണ്ട് ചെടി നടുക, വലിച്ചു പറിച്ച് കളയുക. കാടില്ലാത്ത സ്ഥലത്ത്, വേസ്റ്റ് ഇല്ലാത്ത സ്ഥലത്ത് വേസ്റ്റ് കൊണ്ടുവന്ന് ഇട്ടിട്ട് വാരുക. യൂട്യൂബിലൊക്കെ കയറിയ പല വീഡിയോകളും കാണാം. ഈ അടുത്ത് കൃഷി എന്താ ഒരു ദിനം വന്നില്ലേപ്പാ, ചെടി നടുന്നതിന്റെ ഒരാൾ മരം നടന്നു, ഫോട്ടോ എടുക്കുന്നത്, വലിച്ചു പറിച്ച് കളയുന്നു. 2 കൊണ്ടുവന്ന് വേസ്റ്റ് കൊണ്ടുവന്ന് തട്ടിയിട്ട് വൃത്തിയാക്കുന്നു. വീഡിയോ ലൈവ് പോയത് അറിഞ്ഞില്ല പാവപ്പെട്ടവർ. അതാ മനസ്സിലാക്കേണ്ടത്. പലരും എന്തിന്? നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ ആലോചിക്കുക, പല വീഡിയോകളും നമ്മൾ കണ്ടതാ. ഇതൊക്കെയാണ് ഇന്നത്തെ അവസ്ഥ. അപ്പൊ നമ്മൾ ചിന്തിക്കണം, നമ്മൾ റോഡിൽ കിടക്കണ എന്ത് കണ്ടാലും എടുത്ത് ഒരാളിപ്പോ തന്നെ ഇപ്പൊ നോക്കിക്കേ, പല വീഡിയോകൾ കാണാം. കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാളുടെ കൈ പിടിച്ചുകൊണ്ട് പോയാലും ഇങ്ങനെ പലതും. ഇതൊക്കെ ഏതാണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇതാരും കാണണില്ല നീ കമ്പെടുത്ത് മാറ്റണത്. റോഡിൽ കിടക്കുന്ന ഒരു കല്ലെടുത്ത് മാറ്റുന്നത് ആരും കാണുന്നില്ല. അള്ളാഹുവിൻ്റെ തൃപ്തി കരുതിയിട്ടാണ് നീ ചെയ്യേണ്ടത്. ഫോട്ടോയുമില്ല, വാട്സപ്പുമില്ല, ഫേസ്ബുക്കുമില്ല, ഒന്നുമില്ല. അങ്ങനെ ചെയ്യുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെ ചെയ്യുമ്പോഴാണ് അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുക. അപ്പോഴാ സ്വർഗത്തിൽ പോകുക. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. നിങ്ങളെയൊന്നും പറഞ്ഞല്ല, നിങ്ങളൊക്കെ ഫോട്ടോ എടുക്കേണ്ട ആൾക്കാരാണ്. കാരണം പഞ്ചായത്തിൻ്റെ ആൾക്കാരായതുകൊണ്ട് കേട്ടാ. ഇൻഷാ അല്ലാഹ്. ഇപ്പോഴോ JCB ഒക്കെ കൊണ്ടുവന്നിട്ട് പള്ളിയുടെ ഫ്രണ്ടൊക്കെ ഒന്ന് വൃത്തിയാക്കി. എന്താ ക്ലിയർ? മരമൊക്കെ മുറിക്കാറായോ? ഇൻഷാ അല്ലാഹ്. അത്ത ഒരുപാട് നല്ല കാര്യം ചെയ്തിട്ട് പോയി. ടെൻഷൻ അടിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ദുആ ചെയ്താൽ നിങ്ങൾക്ക് നല്ലതുപോലെ പോകാം. അള്ളാഹു ഭാഗ്യം കൊടുക്കട്ടെ. നമ്മളങ്ങനല്ല. നിങ്ങൾ ചിന്തിക്കുക, സമയത്തെങ്കിൽ പറയാൻ പറ്റുമോ? ഈ പായിപ്പാട് പള്ളിയിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇത്രയും പേര് കൂടി പറയാൻ പറ്റുവാണ്? അത് തന്നെ, അതാണ് മറ്റുള്ളവർക്ക് പോലും അസൂയ തോന്നുന്ന രീതിയിൽ ആളുകൂടിയില്ലേ. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും നന്മയാകാം. അതുകൊണ്ട് അത്തായ്ക്ക് അങ്ങനെ പോകാൻ പറ്റിയെന്ന് പറഞ്ഞിട്ട് നെളിഞ്ഞിരുന്നാൽ പറ്റൂല കേട്ടാ. ഇൻഷാ അല്ലാഹ് കുറച്ച് ജാരിയായ സദക്കൊക്കെ പള്ളിയുടെ പണിയൊക്കെ നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തില്ല എന്നല്ല, നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന അത്തായ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തോണം. ഇൻഷാ അല്ലാഹ് പള്ളിയുടെ വാർപ്പൊക്കെ വരുന്ന പിടിച്ചോണം കേട്ടോ. കയറി പിടിച്ചോണം. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ അൽഹംദുലില്ലാ മക്കൾക്ക് വേണ്ടിയൊക്കെ ചെയ്തു. ഇനി അത്തായ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തോണം. പട്ടാൻസാരി എന്നെ പിടിച്ചോണം. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ.
കുറച്ച് പൈസ കടം കൊടുത്താലും മതി ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. 3 സ്വലാത്ത് സ്വല്ലല്ലാഹു അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൂന്നാമത്തെ ചരിത്രം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹു സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും സ്വഹാബ. അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുകയാണ്. ഈ ലോകത്തിന്റെ അധിപനായ, ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ പടച്ച റബ്ബ് നമ്മളെ ഇഷ്ടപ്പെടുകയാണ്. എപ്പോഴാണ് അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നത്? അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നതിന് വേണ്ടി പള്ളി കെട്ടിക്കൊടുക്കുമ്പോ മാത്രമല്ല, പള്ളിക്ക് വേണ്ടി സദഖ കൊടുക്കുന്ന സമയത്ത് മാത്രമല്ല, അള്ളാഹുവേ ഹജ്ജിന് പോകുന്ന സമയത്ത് മാത്രമല്ല, ലക്ഷങ്ങൾ പാപങ്ങൾക്ക് സദഖ കൊടുക്കുമ്പോഴും മാത്രമല്ല, നോമ്പ് പിടിക്കുന്ന സമയത്ത് മാത്രമല്ല, പരിശുദ്ധമായ ഖുർആൻ പഠിക്കുകയും ഓതുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സമയത്തു മാത്രമല്ല, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരടിമയെ കുറിച്ച് പ്രവാചകൻ അവിടുന്ന് പരിചയപ്പെടുത്തുകയാ. അള്ളാഹു സ്നേഹിക്കണോ, അള്ളാഹു ഇഷ്ടപ്പെടണോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന റജുലൻ സാറ അഖാ أقله في قرية أخرى فأسدى الله له على مدرجتي. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അതാ പടച്ചവനെ, ഒരു മനുഷ്യന് സുഖമില്ലാതെ കിടക്കുന്ന ഒരു രോഗിയെ സന്ദർശിക്കാൻ പോകുകയാണ്. തന്റെ കുടുംബക്കാരനാകട്ടെ കൂട്ടുകാരനാകട്ടെ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാരെന്നറിയുമോ? പായിപ്പാട് നിന്റെ കുടുംബത്തിൽ രോഗം പിടിച്ച് കിടക്കുന്നവർ, ബുദ്ധിമുട്ടിൽ കിടക്കുന്നവർ, പ്രയാസത്തിൽ കിടക്കുന്നവർ, നിന്റെ വാപ്പയുടെ കുടുംബക്കാരുണ്ട്, ഉമ്മയുടെ കുടുംബക്കാരുണ്ട്, വാപ്പാടെ കൂട്ടുകാരുണ്ട്, നിനക്ക് പരിചയമുള്ള പലരുമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യനെ നീ സന്ദർശിക്കാൻ പോയാൽ, ഏതെങ്കിലും ഒരു മനുഷ്യനെ നീ സന്ദർശിക്കാൻ പോയാ, ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ കടന്നു വന്നിട്ട് ചോദിക്കുന്നു, നീ എവിടെ പോവുകയാണ്? അല്ലാഹുവിന്റെ മലക്ക് മനുഷ്യന്റെ രൂപത്തിൽ കടന്നു വരികയാണ്. തന്റെ കൂട്ടുകാരനെ കാണാൻ പോകുന്ന മനുഷ്യനോട് മലക്കുകൾ ചോദിക്കുന്നു, നീ എവിടെ പോവുകയാണ്? ഞാൻ എൻ്റെ കൂട്ടുകാരനെ കാണാൻ പോവുകയാണ്. എന്തെങ്കിലും നേട്ടമുണ്ടോ? എന്തെങ്കിലും നേട്ടം പ്രതീക്ഷിച്ചിട്ടാണോ? ആ മനുഷ്യൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, അല്ലാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് പോകുകയാ. ആ സമയത്താണ് മലക്ക് പറയുന്നത്, മനുഷ്യ, ഞാൻ അല്ലാഹുവിന്റെ മലക്കാണ്, ഞാൻ അല്ലാഹുവിന്റെ മലക്കാണ്. മനുഷ്യന്റെ രൂപത്തിൽ വന്നതാണ്, മനുഷ്യന്റെ രൂപത്തിൽ വന്നതാണ്. അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടുന്നു മനുഷ്യ. ഒരു രോഗം പിടിച്ച് കിടക്കുന്ന ഒരു മനുഷ്യനെ സന്ദർശിക്കാൻ പോയാൽ ആ സന്ദർശനത്തിലൂടെ നിനക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒന്നാമത്തെ പ്രതിഫലം അല്ലാഹുവിന്റെ സ്നേഹം നിനക്ക് ലഭിക്കുകയാണ്. പരസ്പരം സന്ദർശിക്കുന്നതിലൂടെ അല്ലാഹു നിന്റെ പാപം പൊറുക്കുകയാ. നിന്റെ ഓരോ ചുവട്ടടികൾക്കും അല്ലാഹു നന്മ തരികയാണ്. ഓരോ ചുവട്ടടിക്കും നിന്റെ പാപം പൊറുക്കുന്നു, നിനക്ക് നന്മ എഴുതുന്നു, നിനക്ക് പദവി ഉയർത്തുന്നു. അല്ലാഹു നിന്റെ പാപങ്ങൾ മുഴുവനും പദാ പുറത്തു തരികയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയുമോ? ഇദാ ആദർ റജുലു അഖാ ഖാല അല്ലാഹു ലഹു തിബ്ത വതഅബ മംശൂഖാ വതബവഅതു മൻസിലൻ ഫിൽ ജന്നാ. ഏതെങ്കിലും ഒരു മനുഷ്യനെ സന്ദർശിക്കാൻ പോയാൽ, അത് കുടുംബക്കാരനാകട്ടെ, രോഗം പിടിച്ച് കിടക്കുന്നവനാകട്ടെ, അല്ലെങ്കിൽ
കൂട്ടുകാരനാകട്ടെ, സൗഹാർദ്ദത്തിന്റെ സന്ദർശനമാകട്ടെ, ഏത് സന്ദർശനമാണെങ്കിലും ഒന്ന് നിന്നെ അല്ലാഹു ഇഷ്ടപ്പെടുന്നുണ്ട്, രണ്ട് നിന്റെ പാപം പൊറുക്കുന്നു, മൂന്ന് അല്ലാഹു നിനക്ക് സ്വർഗത്തിലൊരു വീട് തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു സന്ദർശനം നടത്തുന്നതിലൂടെ പിടിച്ചു കിടക്കുന്നവനാകട്ടെ, വാപ്പാടെ കുടുംബക്കാർ, ഉമ്മയുടെ കുടുംബക്കാർ, ഉമ്മ മരിച്ചുപോയി, വാപ്പ മരിച്ചുപോയി, അതോടുകൂടി ബന്ധങ്ങളൊക്കെ തീർന്നു. ഇന്നത്തെ തലമുറയ്ക്ക് പരിചയപ്പെടുത്തു കൊടുക്കണം, ഇത് അത്താടെ അത്തട അനിയന്റെ മോന്റെ മോൻ, പരിചയപ്പെടുത്ത. പലർക്കും ഇന്ന് പരിചയം, സ്വന്തം ബന്ധങ്ങൾ അറിയുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബത്തിൽ കിടക്കുന്നവർ, കൂടപ്പിറപ്പുകൾ രോഗം പിടിച്ചു കിടന്ന, ഇപ്പൊ പിന്നെ കൊറോണ ആയതുകൊണ്ട് ആ പരിസരത്തോട്ട് തന്നെ പോക്കില്ല. കൊറോണ ആയിക്കഴിഞ്ഞാൽ തന്നെ ഭർത്താവിന് കൊറോണ ആണെങ്കിൽ ഭാര്യ ഓടി രക്ഷപ്പെടുന്നു, പാപ്പായിക്കാണെങ്കിൽ മക്കൾ ഓടി രക്ഷപ്പെടുന്നു. പലരും ഈ അടുത്ത് എവിടെയോ പോയപ്പോൾ ഞാൻ ചോദിച്ചു, എൻ്റെ ഒരു കുടുംബക്കാരൻ, എൻ്റെ ഒരു പരിചയത്തിലെ കുടുംബത്തോട് ഞാൻ ചോദിച്ചു, എൻ്റെ മക്കളൊക്കെ പടച്ചോനെ വരണില്ല മോനെ, വരണില്ല മോനെ, കുറെ കാലമായി വരുന്നില്ല. വാപ്പായ്ക്ക് കച്ചവടം കടയൊക്കെ ആയത് കാരണം, കടയിലേക്ക് പോയി കച്ചവടത്തിനൊക്കെ പോകുന്നത് കാരണം കൊറോണ അത്തായിക്ക് വരാൻ സാധ്യത കൂടുതലായതുകൊണ്ട് മക്കൾ വരണില്ല അത്തായമ്മയും കാണാൻ, വാപ്പാനെയും ഉമ്മാനെയും കാണാൻ വന്നില്ല. അൽഹംദുലില്ലാ, ഞാനിങ്ങനെ ചിന്തിച്ചു. പിറ്റേ ആഴ്ച പോയപ്പോൾ പറഞ്ഞു അവർക്ക് കൊറോണ ആയെന്ന്. ആ വരാത്ത വീട്ടിലിരുന്നവർക്ക് അല്ലേ, വാപ്പാനെയും ഉമ്മാനെയും കാണാൻ വരാത്തത് കാരണം, വാപ്പ കടയിൽ പോകുന്നത് കാരണം കൊറോണ വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് വന്നാൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇവള് വർഷങ്ങളായിട്ട് വീട്ടിൽ വരക്കില്ല. പിറ്റേ ആഴ്ച ഞാൻ പോയപ്പോൾ പറഞ്ഞു, ഉസ്താദെ ദുആ ചെയ്യണം, മോനെ സിറാജെ ദുആ ചെയ്യണോടാ, അവക്ക് കൊറോണ ആണെന്ന്. അപ്പോൾ എവിടെ നിന്ന് വന്നു? അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ.